ഹായ്. നമ്മൾ ഇന്ന് ഒരു പൊടിക്കൈ പ്രയോഗിച്ച് സാധാരണ ചോറ്, സാമ്പാർ, പച്ചടി, കൂട്ടുകറി അങ്ങനെ പല വറവ് അല്ലെങ്കിൽ മീൻ ഫ്രൈ, മത്തി ഫ്രൈ, മീൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ആക്കുക ചെയ്യുക. ഇന്ന് നമ്മൾ ഒരു എളുപ്പപ്പണിയാക്കാമെന്ന് വെച്ച് ഇപ്പം എന്ത് ചെയ്തു, ഇന്ന് നമ്മൾ സ്പെഷ്യലാക്കിയെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കിയത്. നെയ്ച്ചോറ് സാധാരണ നമ്മൾ കാണിക്കാൻ, ചിക്കൻ കറി എന്ന് വെച്ചാൽ നമ്മൾ നാടൻ മട്ടിൽ തേങ്ങയെല്ലാം വറുത്തരച്ച് നല്ല എന്താ പറയുക എരിവും എല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് ഒരു ചെറു വട്ടത്തിലൊരു ചിക്കൻ കറിയും വെച്ചു, നെയ്ച്ചോറും ആക്കി. ശുഭം. അരമണിക്കൂർ കൊണ്ട് സംഭവമായിന്. പിന്നെ 10 മിനിറ്റ് കൊണ്ട് ചോറായിന്, ഒരു 1/4 മണിക്കൂർ കൊണ്ട് കറിയായി. ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി കാണിച്ചു തരാം. കഷ്ണം കുറേ എല്ലാം എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. മോന് ഫ്രൈ ചെയ്യാൻ ഇഷ്ടം, കറി വെച്ചാൽ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് കറിയിൽ അത്രയും കഷ്ണങ്ങൾ ഇട്ടിട്ട് കുറച്ചേ കറി വെച്ചിട്ടുള്ളൂ. പിന്നെ ഫ്രൈ നമ്മൾ ഒരുപാടാക്കി, മോനത് ഇഷ്ടം പോലെ കഴിച്ചു. അപ്പം നമുക്ക് നമ്മളെ ചിക്കൻ കറി ഒന്ന് കണ്ടാലോ. കണ്ട എൻ്റെ ചിക്കൻ കറി. പിന്നെ എന്താ പറയുക, തേങ്ങ വറുത്തരച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂട്ടി, മുളകും മഞ്ഞളും കുരുമുളകും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഗരം മസാലയല്ല സോറി, നമ്മൾ സാധാരണ മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് ആക്കിയ നമ്മൾ അടിപൊളി ചിക്കൻ കറി. ഇതാണ്. ഇതൊന്നും ഇത്ര കുറച്ച് നേരിക്കും ഇവിടെ തിന്നാലും ഇത്ര ആൾക്കാരൊന്നുമില്ല. ഞാനും മോനും എൻ്റെ ഹസ്ബൻഡും അമ്മയും. അമ്മ ചിക്കൻ കൂട്ടൂല, അതുകൊണ്ട് നമ്മൾ ഇത്തിരി ആക്കിയിട്ടുള്ളൂ. കുറച്ചേ ആക്കിയിട്ടുള്ളൂ, ബാക്കി ഫ്രൈ ചെയ്തു. വേറെ തന്നെ വെളിച്ചെണ്ണയിൽ ഉള്ളി തക്കാളി ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നല്ല നമ്മൾ വെച്ചിന്. ചിക്കൻ കറിയിൽ തന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മിക്സ് ചെയ്തിട്ട്, പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല എല്ലാം അതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അത് പിന്നെ അടുപ്പത്ത് വെച്ച് അതിൽ നിന്നിങ്ങനെ വെള്ളം വരും. അപ്പം അങ്ങനെ വെള്ളം വന്ന് അതിന് ശേഷം നല്ലോണം കുറച്ചൊന്ന് തിളച്ച് പാകത്തിനാകുന്ന സമയത്ത് നമ്മൾ തേങ്ങ വറുത്തരച്ച സംഭവം അതിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം അതൊന്ന് ഇതാക്കി, പിന്നെ ഉള്ളിയും വറുത്തിട്ടിട്ട് ഇങ്ങനെ എടുത്തു. ഉള്ളിയെ എടുത്തോന്ന് ചോദിക്കില്ല, ഉള്ളിയെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുള്ളൂ. ഇവർക്കായിരിക്കും ഉള്ളിയൊന്നും ഇഷ്ടമല്ല, അതിൻ്റെ ഒരു ഫോർമാലിറ്റിക്ക് നമ്മളിങ്ങനെ വെച്ചതൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നെയ്ച്ചോറ് ചിക്കൻ കറി. നിങ്ങളടക്ക് ഇങ്ങനത്തെ പൊടിക്കൈയെല്ലാം പ്രയോഗിക്കില്ലേ അല്ലേ? പെട്ടെന്ന് പണി തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എമർജൻസിയിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ലല്ലോ. ആ സമയത്ത് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാം നമുക്ക് അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? സത്യം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി കേട്ടാ. ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് നാളെ പറയാം. ബൈ. ഇനി നാളെ എന്തുണ്ടാക്കും, ഇന്ന് രാത്രി കൂടെ ഇരുന്ന് ആലോചിക്കണം. നാളെ എന്തെല്ലാം കറി ഉണ്ടാക്കും, എന്തൊക്കെ ഉണ്ടാക്കണം, ഞാൻ ഇരുന്ന് ആലോചിക്കട്ടെ കേട്ടാ. നിങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കും. ഓക്കെ.